ഇന്നത്തെ IPL മത്സരത്തിൽ ലക്നൌവും ഡൽഹിയുമാണ് നേർക്കുനേർ വന്നത്. ഈ മാച്ചിൽ ഡൽഹി കളി ജയിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ IPLന്റെ ലേറ്റസ്റ്റ് പോയിന്റ് ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുവിധ ടീമുകൾ 6 മാച്ച് കളിച്ചു കഴിഞ്ഞു. 7 മാച്ച് ആയാൽ IPLന്റെ പകുതിയായി. ഒരു ടീമിന് 14 മാച്ചാണ്. അതായത് ഒരു ടീം 8 മാച്ചെങ്കിലും ജയിച്ചിരിക്കണം, എന്നാൽ മാത്രമേ പ്ലേ ഓഫിൽ എത്താൻ സാധിക്കൂ. 16 പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു 99% പ്ലേ ഓഫിലെത്താം. നിലവിൽ പ്ലേ ഓഫ് കാണാൻ തീരെ സാധ്യതയില്ലാത്ത ടീം RCB ആണ്. 6 മാച്ചിലെ ഒരെണ്ണത്തിൽ മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ. 2 പോയിന്റ് അവർക്കുണ്ട്. ഇനി അവർക്ക് 8 മാച്ച് ബാക്കിയുണ്ട്. അതിലെ 7 എണ്ണത്തിലും RCB ജയിക്കണം. അതത്ര ഈസി അല്ല. അതുകൊണ്ട് RCB പ്ലേ ഓഫ് കാണാതെ പുറത്തായെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡൽഹിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അവര് 6 കളിയിൽ നിന്ന് 2 മാച്ച് ജയിച്ചിട്ടുണ്ട്. 4 പോയിന്റ് ഡൽഹിക്കുണ്ട്. ഇനിയുള്ള മാച്ചുകളിലെല്ലാം തുടർ വിജയങ്ങൾ ഡൽഹിക്ക് ആവശ്യമാണ്. 90% ഡൽഹിയും പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. ഇനി പഞ്ചാബ് 8ാം സ്ഥാനത്തുണ്ട്. അവരും 5 മാച്ചിൽ നിന്ന് 2 കളി ജയിച്ചിട്ടുണ്ട്. 4 പോയിന്റ് അവർക്കുണ്ട്. ഇതേ സമയം തന്നെ മുംബൈ ഇന്ത്യൻസ് 7ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവര് 5 മാച്ചിലെ 2 കളി ജയിച്ചിട്ടുണ്ട്. 4 പോയിന്റ് ഇപ്പോൾ മുംബൈക്കുണ്ട്. മുംബൈക്ക് ഇനി ബാക്കി 9 മാച്ചുണ്ട്. അതിലെ 6 എണ്ണത്തിൽ ജയിച്ചാൽ മുംബൈക്ക് പ്ലേ ഓഫിലെത്താം. അതുകൊണ്ട് മുംബൈക്ക് ഇപ്പോഴും നല്ലൊരു സാധ്യതയുണ്ട്. ഇതേ സമയം തന്നെ ഗുജറാത്ത് ആണെങ്കിൽ 6 കളിയിൽ നിന്നാണ് 3 മാച്ച് ജയിച്ചിരിക്കുന്നത്. അവർക്ക് 6 പോയിന്റ് ഉണ്ട്. ലക്നൗ, CSK, SRH ഈ 3 ടീമുകളും 5 മാച്ചിൽ നിന്നാണ് 3 കളി ജയിച്ച് 6 പോയിന്റ് നേടിയിരിക്കുന്നത്. നിലവിലിപ്പോൾ പ്ലേ ഓഫ് സാധ്യത 90% ഉള്ളത് രാജസ്ഥാൻ ടീമിനാണ്. കാരണം ഇപ്പോൾ തന്നെ അവർക്ക് 8 പോയിന്റ് ഉണ്ട്. ഒരു കളി മാത്രമേ രാജസ്ഥാൻ തോറ്റിട്ടുള്ളൂ. രാജസ്ഥാൻ ഉറപ്പായിട്ടും പ്ലേ ഓഫിലെത്തും. അതുപോലെ തന്നെ കൊൽക്കത്തയും 1 മാച്ച് മാത്രമേ തോറ്റിട്ടുള്ളൂ. അവർക്കും 6 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ IPLൽ ഏതൊക്കെ ടീമുകളായിരിക്കും പ്ലേ ഓഫിലെത്തുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.